ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം. മൂത്ത് വരുന്ന നമുക്ക് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ആ നെയ്യിലേക്ക് നമുക്കിത് 1/2 കപ്പ് തേങ്ങയാണ് അതിട്ട് കൊടുക്കാം. കളറ് മാറണ്ട. അത് നമ്മളൊന്ന് അതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് പറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കപ്പിന് 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയുടെ കൂടെ അതിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. 2 ഏലക്ക പൊടിച്ചത് കൂടെ നമുക്കിട്ട് കൊടുക്കാം. അവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പാനിലോട്ട് തന്നെ നമുക്ക് 1 കപ്പ് ശർക്കര എന്ന് പറഞ്ഞാൽ ഉണ്ടച്ചക്കരയുടെ കല്ല് കളഞ്ഞ് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 കപ്പ് അവലും 1 കപ്പ് തേങ്ങയും ഈ 1 കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വെള്ളം പറ്റി വരട്ടെ. അവലും തേങ്ങയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിന് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും അവലും ശർക്കരയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇത് ആറുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. കയ്യിൽ ഒരല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സാധനമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അത്രങ്ങ് ഒരുപാട് കറുത്തല്ലാത്തതുകൊണ്ട് ചക്കര ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. കറുത്ത ചക്കരയാണെങ്കിൽ കറുത്ത നല്ല ഉണ്ട കിട്ടും. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഇതിനിടയ്ക്കിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അവലെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത്ര ഉണ്ടാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.